അന്ന് ആ കല്യാണം എന്തുകൊണ്ടാ മുടങ്ങിയെന്നൊക്കെ നിനക്കറിയാവുന്നല്ലേ? ഇവിടെ നിന്റെ സ്വർണ്ണം എടുത്ത എന്റെ മകനല്ല. എന്റെ വീട് മുഴുവൻ ഈ പോലീസുകാർ വന്ന് പരിശോധിച്ചതല്ലേ? അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അപ്പോഴേ കിട്ടേണ്ടതായിരുന്നു. ഒരിക്കൽ നിങ്ങളുടെ മരുമകൾ എന്റെ ജീവിതം തകർത്തതാ. ഇപ്പൊ വീണ്ടും എന്നെ തകർക്കാൻ നിങ്ങൾ നിങ്ങളുടെ മകനെ കൂട്ടി വന്നിരിക്കുന്നു. $30 പവൻ സ്വർണ്ണമാ ഞങ്ങൾക്ക് നഷ്ടമായത്. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ കല്യാണം നടക്കില്ല. ഞാൻ വീണ്ടും അന്നത്തെ പോലെ തലയും കുമ്പിട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോണ്ടി വരും. അങ്ങനെ ഒരു അപമാനം താങ്ങാൻ എനിക്ക് കരുത്ത് തരണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്തുന്ന എന്റെ ജീവന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ജീവിതകാലം മുഴുവൻ മകൻ അകത്ത് കിടക്കേണ്ടി വരും. എന്തൊക്കെ പറയുന്നത് മോളെ? നീ ഇതോടെ വച്ചേക്കുന്നേ? ഈ പറയുന്ന സ്വർണം ഞാൻ നമ്മുടെ വീട്ടിലൂടെ കണ്ടതാടാ. എവിടെ? അല്ല, എവിടാണെന്ന് മാത്രം ഞാൻ ഓർക്കുന്നില്ലടാ. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അച്ഛൻ എന്തൊക്കെ പറയുന്നേ? ഇതെങ്ങനെ പോലീസുകാർ കേട്ട അച്ഛനെയും പിടിച്ചകത്തിടും? അച്ഛനൊന്നും ഉണ്ടായിരിക്കേ? എന്താണോ അച്ഛനും മോനും കൂടെ അവിടെ കുശലം പറച്ചില്? എന്തായാലും കൊള്ളാം. അപ്പൊ നീ പെങ്കൊച്ച് ആരാണെന്നും ഏതാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നല്ലേ? എന്തോ നേടായത്? ഒരു പാവം പെങ്കൊച്ചിന്റെ ജീവിതം വെച്ചാൽ നിനക്കൊക്കെ സുഖിച്ചും മതിച്ചും നടക്കണോ? ഒരു ഓട്ടോ പേരിനെടുത്തിട്ടിട്ട് പിടിച്ചു പറിയും തട്ടിപ്പും തൊഴില്. ഓ, വകുപ്പുകൾ എന്തെല്ലാം ആടാ വന്ന് വീണോണ്ടിരിക്കുന്നേ. എടാ, ഇതിപ്പോ വന്ന് ഈ ശിക്ഷകളെല്ലാം കൂടെ അനുഭവിച്ചു തീർക്കാൻ നിനക്ക് രണ്ടാമതൊരു ജന്മം കൂടി എടുത്തു വരേണ്ടി വരുമല്ലോടാ. ശരി, ഞാൻ വകുപ്പ് എഴുതിക്കോളാം. എഴുതേണ്ട രീതിയിൽ തന്നെ എഴുതിക്കോളാം. എന്നാ പിന്നെ നിങ്ങളങ്ങ് പൊക്കോ. ഇവന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ആക്കിക്കോളാം. പൊക്കോടോ, ഞാനല്ലേ പറയുന്നേ. ശരി സാർ. ഹലോ, ഇനി നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണോ? നിന്ന് നാടൻ കളിക്ക് ഇറങ്ങിപ്പോടോ. ഇനി കുറെ കാലം ഇവ ഞങ്ങളെ കൂടാ.